നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. കോൺകേവ് മിറർ ലെൻസും തമ്മിൽ തെറ്റിപ്പോകുന്നു സാറേ. ഇത് എങ്ങനെയൊക്കെ പഠിച്ചാലും നമുക്ക് ലാസ്റ്റ് ഓർമ്മ കിട്ടത്തില്ല, കൃത്യമായിട്ട് ഓർമ്മ നിൽക്കും. ഇനി നമ്മുടെ പ്രാക്ടിക്കൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനുണ്ട്, വളരെ കൃത്യമായിട്ട് ചെയ്ത് അതിൻ്റെ കാൽക്കുലേഷൻ ഗ്രാഫും എല്ലാം ഉണ്ട്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 10 മാർക്ക് കോൺകേവ് മിററിന് കിട്ടും. ഏതൊക്കെ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, ആദ്യം നിങ്ങൾ പ്രാക്ടിക്കലി കോൺകേവ് മിറർ ചെയ്യുന്നതിന് മുമ്പേ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റഫ് ഫോക്കൽ ലെങ്ത് കിട്ടും. ആ ഫോക്കൽ ലെങ്ത് ഇപ്പോൾ 10ഓ 15ഓ ആണെന്ന് വെച്ചു, അത് തന്നെ കിട്ടണം നിങ്ങൾക്ക് കാൽക്കുലേഷനും, അത് തന്നെ ഗ്രാഫിലും കിട്ടണം. അന്നേരം അത് ചെയ്യുന്ന ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡിന് മാർക്കുണ്ട്. അത് നല്ലൊരു മാർക്കാണ്. ചിലപ്പോൾ 2 മുതൽ 5 മാർക്ക് വരെ ചിലപ്പോൾ അതിന് കിട്ടിയേക്കാം. ഇനി UV ഗ്രാഫ് 1/u ഗ്രാഫ് പല മാനുവലിലും പറഞ്ഞിട്ടില്ല. UV ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കെങ്കിലും ആ ഗ്രാഫിന് മിനിമം 5 മുതൽ 10 മാർക്ക് വരെ കിട്ടിയേക്കാം. 5 മാർക്ക് മിനിമം കൂട്ടിക്കുള്ളൂ. UV ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈക്വൽ ഡിവിഷൻ ആയിരിക്കണം എക്സ് ആക്സിലും വൈ ആക്സിലും. ഇപ്പോൾ എക്സ് ആക്സിൽ 0, 5, 10, 15, 20, 25, അതുപോലെ വൈ ആക്സിൽ 0, 5, 10, 15, 20, 25 ഇങ്ങനെ എടുക്കണം ഗ്രാഫ്. ഇങ്ങനെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഒരു പരാബോളിക് ഷേപ്പ് ഒക്കെ കിട്ടും. ഗ്രാഫ് വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ക്ലിയർ ചെയ്താൽ മറക്കുകയും ചെയ്യരുത്, റിസൾട്ട് എഴുതുന്ന കാര്യം മറക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 10 മാർക്ക് എളുപ്പത്തിൽ കോൺകേവ് മിററിൽ നിന്ന് കിട്ടും. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ കമൻറ്റ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിച്ചോളുക. അടുത്ത ടിപ്സും ട്രിക്സുമായിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.